ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി അൽഫാം ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ 900 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പലകയിൽ വെച്ച് അടിച്ചിട്ട് എല്ലാം നുറുങ്ങാതെ അടിച്ചിട്ട് ഒന്ന് ആഴത്തിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. ഒരു ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ എല്ലാ സ്പൈസസും എടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂണ് പച്ചമല്ലി, 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വലിയ ജീരകം, 3 ഉണക്കമുളക്, 4 പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക. ഇനി ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെല്ലൈക്കൺ കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ അമർത്താൻ. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതൊക്കെ ചൂടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ചൂടാറിയ ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് ഇറക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വേണം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 7 വെളുത്തുള്ളി, അരമുറി നാരങ്ങ, ഒരു വലിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, മല്ലിയില, പിന്നെ കുറച്ച് 2 ടേബിൾ സ്പൂണ് തൈര്, അതൊക്കെ പാടിട്ടിട്ട് പിന്നെ നമ്മൾ പൊടിച്ചിട്ടുള്ള പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് അൽഫാം റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളും പറഞ്ഞുതരാം. ചിക്കനിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടിയും പിന്നെ ഇതിന് നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് ഒലിവ് ഓയിൽ. അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കൂടുതൽ എത്രയാവാം. ഞാനിപ്പോൾ തലേ ദിവസം മസാല തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അൽഫാമിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ മസാല പിടിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം തന്നെ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ചിക്കൻ പീസും നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സാധാരണ നമ്മൾ ഗ്രില്ലിലും അതുപോലെ ഓവനിലൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാതെ പറ്റില്ല. അപ്പോൾ ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒലിവ് ഓയിൽ തന്നെ ആകുമ്പോഴാണ് അതേ ഒരു ടേസ്റ്റ് വരുന്നത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കാതിരുന്നാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലത്തെ ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോരി മാറ്റി കൊടുക്കാം. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അൽഫാമിനൊക്കെ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനായിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് തീ ഓഫാക്കണം കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് അതങ്ങനെ തന്നെ വെക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും നല്ല ടേസ്റ്റുള്ള ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല രസമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു അൽഫാം കഴിച്ചിട്ടില്ല കടയിൽ നിന്നൊന്നും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.